ഇന്ന് തിരുവാതിര ഏകാദശിയാണ് കേട്ടോ. ധനുമാസത്തിൽ തിരുവാതിര വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഏകാദശി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പൂനീരും കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഈ പൂനീരും എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പുണ്യാഹം പോലെ വെള്ളത്തിൽ നമ്മൾ തുളസിയൊക്കെ ഇട്ട് ചന്ദനമൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞ് നാളെ നമ്മൾ ഈ നോലുമ്പ് അവസാനിപ്പിക്കുന്ന സമയത്ത് കുറച്ച് അരിമണി കൂടി ഇടും കേട്ടോ. കാരണം ഇന്ന് നമുക്ക് അരിഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല, അപ്പം നോൺ വെജും കഴിക്കാൻ പാടില്ല കേട്ടോ. ചില ആളുകൾ ഇതിന് ഉപവാസമൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പൂജാമുറിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ചന്ദനമൊക്കെ ഇട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇന്ന് റവയുടെ ഉപ്പുമാവായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉണ്ണേണ്ടും കൂടി പുറത്ത് പോയിട്ട് കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നേന്ത്രപ്പഴവും പിന്നെ പാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇതേ ടി വിയിൽ സിനിമ കണ്ടിരുന്ന് അമ്മമ്മ കപ്പയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം വീണ്ടും ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ പഴം ഇങ്ങനെ നുറുക്കിയിട്ട് അതും പിന്നെ പാലും ആയിരുന്നു കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.